ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാലീസ് കിച്ചൻ. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വിഷുവൊക്കെ അല്ല വരുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും പിക്കിളൊക്കെ ഉണ്ടാക്കില്ല. ഇത് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു പിക്കിളാണ്. അപ്പോൾ നമുക്ക് നാരങ്ങ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ആൻഡ് അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം, എന്നാലേ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനപ്പോൾ അതിന് ഒരു അഞ്ച് വലിയ നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ചെറുനാരങ്ങയാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് നല്ല വലിയ സൈസിലുള്ള നാരങ്ങ കിട്ടും. നോക്കൂ, ഇത്ര സൈസിലുള്ള നാരങ്ങ കിട്ടും. അപ്പോൾ അത്യാവശ്യം ഉണ്ടാവും അത്. പിന്നെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് യൂസ് ചെയ്യാം. ഇൻസ്റ്റൻറ്റ് ലെമൺ പിക്കിൾ എന്നും വേണമെങ്കിലും പറയാം കേട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ എല്ലാം സ്റ്റീം ചെയ്തെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ നാരങ്ങ വെച്ചിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റീം വന്നിട്ട് 10 മിനിറ്റ് ഇത് സ്റ്റീം ചെയ്യിക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റീം വന്നിട്ട് 10 മിനിറ്റ്. അപ്പം നമുക്ക് ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു 12 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി കഷ്ണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട് ഞാൻ, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ ഇച്ചിരി കായപ്പൊടി. ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് ഇത്ര നമുക്ക് നല്ലെണ്ണ വേണം. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ ഇടണം. വിനീഗർ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് കേടാവാതെ കുറേ നാൾ ഇരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത്രയും ഇൻഗ്രീഡിയൻസ് മതിയാവും ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പം നമ്മളുടെ നാരങ്ങയൊക്കെ ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു 10 മിനിറ്റ് വെക്കാം, ഉപ്പൊക്കെ ഉള്ളിൽ പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഉടനെ തന്നെ ഇത് ഉണ്ടാക്കാം. ഓക്കെ, ഞാനത് കട്ട് ചെയ്തിട്ട് കാണിച്ചിട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ നാരങ്ങയെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതാ ഞാൻ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെറുതാക്കി അരിയണം എന്നുണ്ടെങ്കിൽ ചെറുതാക്കി അരിയാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ഉപ്പ് നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് ഇടണം കേട്ടോ. ഞാൻ കറക്റ്റ് പറയുന്നില്ല, ഇനി ചിലപ്പോൾ കൂടിപ്പോയാൽ പിന്നെ പ്രശ്നം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്തിട്ട് നമുക്ക് 10 മിനിറ്റ് അടച്ച് വെക്കാം. 10 മിനിറ്റ് ഇത് ഇരുന്നിട്ടുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഉള്ളിലേക്ക് കയറും. ഇതിനെല്ലാം ഇപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൽ ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നാരങ്ങച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങച്ചാറ് ഉണ്ടാക്കാം. അപ്പോൾ ഇത് പാൻ ചൂടായിട്ടുണ്ട്. ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം ഒരു ചൂട് വേണം. പിന്നെ കുറച്ച് എണ്ണ വേണം അതിൽ. നമ്മൾ ഈ വിനീഗർ ഒഴിക്കുന്നുണ്ട്, എന്നാലും അത്യാവശ്യം എണ്ണ വേണം അതിൽ കേട്ടോ. ചൂടായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ബാക്കി ഇഞ്ചി, വെളുത്തുള്ളി ആൻഡ് കറിവേപ്പില, പച്ചമുളക് എല്ലാം ഇട്ടിട്ട് ഒന്ന് ലൈറ്റായിട്ട് വറുത്തെടുക്കാം. തീ ഒന്ന് കുറച്ചെടുക്കണം ഇടണം കേട്ടോ ഈ സമയത്ത്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് കരിയും. എല്ലാം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ കുറച്ച് വെച്ചിട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, ഇഞ്ചി, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ലൈറ്റായിട്ട് സോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്.
ടൈറ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് പൗഡറൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഓയിലിൽ മിക്സ് ചെയ്തിട്ട് മാത്രമേ ഞാൻ പാനിലേക്ക് ഒഴിക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇത് മിക്സ് ചെയ്യാം. ഈ ഓയിലിൽ മിക്സ് ചെയ്തിട്ട് തീ കുറച്ചിട്ടിടാം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനാണ് ഇങ്ങനെ ചെയ്യണത്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു സ്പൂണിൽ. 1 മിനിറ്റ്. ഇനിയിപ്പോൾ തീ നന്നായി കുറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആയ മുളക് പൊടിയുടെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സോട്ടേ ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഇതിൽ മുളക് പൊടിയൊക്കെ എല്ലാം റോ ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിനീഗർ ഞാൻ ഇപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ വിനീഗർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ബോയിലായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നാരങ്ങ ഇതിലിടാം. ഒന്ന് തിളച്ച് വരട്ടെ. ഇതിൽ ചിലപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ബോയിൽ ചെയ്യാനാണ് നമ്മളിത് തിളപ്പിക്കുന്നത്. ഇത് തിളച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നമ്മുടെ നാരങ്ങ മുറിച്ച് വെച്ചത് ഇടാം കേട്ടോ. ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് ഈ പൗഡറൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിരുന്ന നാരങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നന്നായി ബോയിലായി വന്നിട്ടുണ്ട്, നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും നമുക്കിപ്പം വേണമെങ്കിലും ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് കഴിക്കാം. പക്ഷേ ഇതിൻ്റെ കളറൊക്കെ വരണമെന്ന് ഇത് ഓഫ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഇത് ശരിക്കും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റീം ചെയ്തെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. ബട്ട് 2 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ കളറൊക്കെ ശരിക്കും പിടിച്ചിട്ട് കാണാൻ ശരിക്കും നാരങ്ങച്ചാറിൻ്റെ കളറ് വന്നിട്ട് നല്ല രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു കുപ്പിയിലേക്ക് മാറ്റാം. ഓക്കെ, ഇപ്പോൾ തണുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതൊരു ബോട്ടിലേക്ക് ആക്കാം. എപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ അച്ചാർ ഗ്ലാസ് ബോട്ടിലിൽ വേണം കേട്ടോ ഇടാനായിട്ട്. ഞാനിത് നല്ല ചൂടുവെള്ളത്തിൽ കഴുകി നന്നായി തുടച്ച് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അച്ചാർ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നാരങ്ങച്ചാർ ഇപ്പോൾ ഇതാ നോക്കൂ ഒരു ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ ശരിക്കും നല്ല കളറൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് തണുത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ശരിക്കും ആ നാരങ്ങച്ചാറിൽ മുളക് പൊടിയൊക്കെ ഇപ്പോൾ കണ്ട നല്ല കളറിൽ പിടിച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ ഇതിനേക്കാളും നല്ല ശരിക്കും അത് ഉള്ളിൽ കോട്ടായിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഒരു നല്ലെണ്ണ തന്നെ ചൂടാക്കി തണുപ്പിച്ച നല്ലെണ്ണ 1 ടേബിൾ സ്പൂൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇനി നിങ്ങൾക്ക് കുറച്ച് നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ആൻഡ് അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.